നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഈ പറയുന്ന സർക്കിൾസിൽ എങ്ങനെ ആംഗിൾസ് കണ്ടുപിടിക്കാം അല്ലെ. സർക്കിൾസിൽ നിന്ന് എങ്ങനെ ആംഗിൾ കണ്ടുപിടിക്കാം. ഓക്കെ, ഇതിന്റെ നെക്സ്റ്റ് വേറൊരു വേരിയേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അടുത്ത വേരിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എവിടെ നിന്നാണ് ആംഗിൾ നോക്കിയത് അല്ലെ, ഈ ഒരു പോയിന്റിൽ ആംഗിൾ നോക്ക്. ഇനി ഇങ്ങനെ ഒരാൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആംഗിൾ വരച്ചു കഴിഞ്ഞാല് അല്ലെ, ഇങ്ങനെയല്ല, സോറി ഒരു മിനിറ്റ്, ഇങ്ങനെയല്ല, അതായത് നോക്കിക്കോ പറഞ്ഞുതരാം. അതായത് ഇങ്ങനെ ഒരു ആംഗിൾ വരച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു ആംഗിൾ വരച്ചു കഴിഞ്ഞാല് അതിന്റെ ഈ പറയുന്ന സർക്കംഫറൻസിലുള്ള അല്ലെങ്കിൽ വൃത്തത്തിലുള്ള ആംഗിള് കറക്റ്റ് ആയിരിക്കുകയോ ഇല്ലെങ്കിൽ അതിന് മറ്റേ ഈ പറയുന്ന പോലെ സെന്റർ ആംഗിളുടെ പകുതിയാണോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, അതിനാദ്യം എന്ത് ചെയ്യണം, നമ്മള് നേരത്തെ ട്രയാങ്കിളുടെ ആംഗിൾ കണ്ടുപിടിക്കുന്ന സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു നോക്ക്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവിടെ സെന്ററിൽ ഒരു വര വരച്ചിട്ടായിരുന്നു കണക്ക് കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സെന്ററിൽ ഒരു ലൈൻ വരച്ചിട്ട് അങ്ങനെയാണ് കണക്ക് കൂട്ടിയിട്ടുണ്ടായിരുന്നത് അല്ലെ. അപ്പൊ ഇവിടെയും അങ്ങനെ ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നോക്ക്, ഇങ്ങോട്ട് അല്ലെ, ഇങ്ങോട്ട് ഒരു ലൈൻ വരയ്ക്കുക. ഓക്കെ, സെന്ററിന് അറ്റത്തേക്ക് എന്ത് ചെയ്യുക, ഒരു ലൈൻ വരയ്ക്കുക. ആ ലൈൻ വരയ്ക്കുന്ന സമയത്ത് നോക്ക്, ലൈൻ വരയ്ക്കുന്ന സമയത്ത് എന്താ വരുന്നത് അല്ലെ, ആ ഒരു ട്രയാങ്കിൾ വരുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ട്രയാങ്കിൾ ഒന്ന് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഈ ട്രയാങ്കിൾ നമ്മൾ എന്ത് ചെയ്യാണ്, കൺസിഡർ ചെയ്യാണ്. ഓക്കെ, അങ്ങനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നോക്കിക്കോ, ഈ ട്രയാങ്കിൾ നമ്മൾ എന്ത് ചെയ്യാണ്, കൺസിഡർ ചെയ്യണം. ഓക്കെ, ഈ ട്രയാങ്കിൾ ആണ് നമ്മൾ നോക്കുന്നത്. ഈ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താണ് നോക്ക്, ഇത് സെന്റർ ആണെങ്കിൽ നോക്കി ഈ സാധനം വരുന്നത്, ഈ രണ്ട് വരയും എങ്ങിട്ടാ വരുന്നത്, സെൻട്രൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് ഇത് എന്തെന്ന് വിളിക്കാം നമുക്ക്, ഇത് രണ്ടിനെയും റേഡിയസ് എന്ന് വിളിക്കാം. ഇത് രണ്ടിനെയും എന്ത് വിളിക്കാം, റേഡിയസ് എന്ന് വിളിക്കാം. അങ്ങനെ ഇത് രണ്ടും റേഡിയസ് ആണെങ്കിൽ അവരുടെ ആ സൈഡിലുള്ള രണ്ട് ആംഗിളും ഈക്വൽ ആയിരിക്കില്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ എന്ത് വിളിക്കാൻ പറ്റും, ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ അല്ലെ, സദൃശ്യ ട്രയാങ്കിൾ ആണെന്ന് നമുക്ക് ഇതിനെ പറയാൻ പറ്റും. ഓക്കെ, അങ്ങനെയുള്ളപ്പോ ഇവിടെ എന്തായിരിക്കും നോക്ക്, ഇവിടെ എക്സ് ഡിഗ്രി, ഇവിടെയും എക്സ് ഡിഗ്രി. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് മറ്റേ സി നിടാം. ഓക്കെ, സി എ ബി നിടാം. ഓക്കെ, ഇത് ഡി നിടാം. ഓക്കെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ നോക്ക്, ആംഗിൾ എ എന്ന് പറയുന്നത് എക്സ് ഡിഗ്രി ആണെങ്കിൽ സ്വാഭാവികമായും ആംഗിൾ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും, എക്സ് ഡിഗ്രി ആയിരിക്കും. അതായത് അപ്പുറത്തും ഇപ്പുറത്തുള്ള സൈഡ് ഏതെങ്കിലും അത് രണ്ട് സൈഡ് എന്താണ്, ഈക്വൽ ആണ് അല്ലെ. ഇനി നെക്സ്റ്റത്തെ കാര്യം നോക്കിക്കോ. ഇനി നോക്ക്, നമ്മൾ അടുത്തൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാൻ പോവുകയാണ്. അതായത് ഈ ട്രയാങ്കിൾ നോക്ക്, ഈ ട്രയാങ്കിൾ അല്ലെ, ഈ ട്രയാങ്കിൾ നോക്ക്, ഇതും എന്താണ് റേഡിയസ് ആണ് അല്ലെ. ഇതിന്റെ രണ്ട് സൈഡ് എന്താണ്, റേഡിയസ് ആണ്, സെൻട്രൽ നിന്ന് വരുന്ന റേഡിയസ് ആണ്. അപ്പോ സെൻട്രൽ നിന്ന് വരുന്ന റേഡിയസ് ആവുന്ന സമയത്ത് ഇത് എന്ത് ട്രയാങ്കിൾ ആവും, ഐസോസെലസ് ട്രയാങ്കിൾ അല്ലെ. രണ്ട് സൈഡ് തുല്യമായ ട്രയാങ്കിൾ, രണ്ട് ആംഗിൾ ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ആംഗിൾ കൊടുത്തു കഴിഞ്ഞാൽ അപ്പുറത്തും അതേ ആംഗിൾ ആയിരിക്കും. നോക്ക്, ഇവിടെ ഒരു y ഡിഗ്രി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയും എന്ത് തന്നെയായിരിക്കും, ഒരു y ഡിഗ്രി തന്നെയായിരിക്കും വരിക. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് വന്നു, ആംഗിൾ ഡി അല്ലെ, ആംഗിൾ ഡി ഈക്വൽ ടു എക്സ് ഡിഗ്രി വന്നു കഴിഞ്ഞാൽ ആംഗിൾ ബിയും എന്ത് തന്നെയായി, എക്സ് ഡിഗ്രി തന്നെ ആയി അല്ലെ. അതായത് ഇപ്പൊ നിങ്ങൾ ഇവിടെ 30 ഡിഗ്രിയാണ് അല്ലെ, 30 ഡിഗ്രിയാണ് ആംഗിൾ എയിലേക്ക് കൊടുക്കുന്നതെങ്കിൽ ആംഗിൾ ബിയിലും എന്ത് തന്നെയായിരിക്കും, 30 ഡിഗ്രി തന്നെയായിരിക്കും. ഓക്കെ, ആംഗിൾ ഡിയില് അതുപോലെ 40 ഡിഗ്രി എന്താണെന്ന് വെച്ചാൽ കൊടുക്കുകയാണെങ്കിൽ ആംഗിൾ ബിയിലും എന്ത് തന്നെയായിരിക്കും, അല്ല അങ്ങനെയല്ല, നമുക്ക് ആംഗിൾ ബിയില് 30 ഡിഗ്രി ആണെങ്കിൽ സ്വാഭാവികമായും ആംഗിൾ ഡിയിലും എന്ത് തന്നെയായിരിക്കും, 30 ഡിഗ്രി തന്നെ ആയിരിക്കും. ഓക്കെ, ഇതെല്ലാം റേഡിയസ് ആണ്. ഓക്കെ, റേഡിയസ് ആകുന്ന സമയത്ത് അവരുടെ അളവുകൾ അല്ലെ എല്ലാം എന്തായിരിക്കും, അങ്ങനെ
അവരുടെ അളവുകളെല്ലാം തുല്യമായിരിക്കും അല്ലെ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഈ പറയുന്ന ഡിയിൽ ഒരു ആംഗിൾ ആണെങ്കിൽ ബിയിൽ വേറൊരു ബിയിലും അതേ ആംഗിൾ ആയിരിക്കും. റേഡിയസ് ആയതുകൊണ്ട് രണ്ട് സൈഡും എന്ത് കിട്ടും? ഒരേ ആംഗിൾ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ ഉള്ള ഇതില് വരച്ച പോലെ ഇങ്ങോട്ടൊരു വര വരയ്ക്കാം. ഓക്കെ, ഇങ്ങോട്ട് എന്ത് ചെയ്യാം? ഒരു വര വരയ്ക്കാം. ഓക്കെ, നോക്ക്, ഇങ്ങനെ ഒരു വര വരയ്ക്കുന്ന സമയത്ത് ഇവിടെ ഒരു ആംഗിൾ വരും. നോക്ക്, ആ ആംഗിൾ എന്താണ്? ആ ആംഗിൾ ഈ കാണുന്ന ട്രയാംഗിളിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ അല്ലെങ്കിൽ പുറം കോണാണ്. ഓക്കെ, എന്താണ്? പുറം കോണ് അല്ലെങ്കിൽ എക്സ്റ്റീരിയർ ആംഗിൾ ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ എന്ത് പഠിച്ചു? എക്സ്റ്റീരിയർ ആംഗിൾ ഈക്വൽ ടു എന്താണ്? ആ തന്നിരിക്കുന്ന ട്രയാംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡുള്ള രണ്ട് ഡിഗ്രികളുടെ അല്ലെങ്കിൽ രണ്ട് ആംഗിളുകളുടെ സമ്മാണ് അല്ലെ, രണ്ട് കോണുകളുടെ തുകയാണ് അല്ലെ. അപ്പൊ ഇത് എന്ത് വരും? നോക്ക്, ഈ ഒരു ത്രികോണത്തില് ഓപ്പോസിറ്റ് സൈഡ് ഏതൊക്കെ ആംഗിളുകളാണ് ഉള്ളത്? നോക്ക്, ഇവിടെ ഒരു എക്സ് ഡിഗ്രി ഉണ്ട്, ഇവിടെയും ഒരു എക്സ് ഡിഗ്രി ഉണ്ട്. ഓക്കെ, അങ്ങനെ വരുമ്പോ എന്ത് വരും? നോക്കിക്കോ, എക്സ് ഡിഗ്രി പ്ലസ് എക്സ് ഡിഗ്രി ഈക്വൽ ടു 2x ഡിഗ്രി എന്ന് വരും. എന്താണ്? എക്സ് ഡിഗ്രി പ്ലസ് എക്സ് ഡിഗ്രി ഈക്വൽ ടു 2x ഡിഗ്രി എന്ന് വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാൻ പറ്റും? 2x ഡിഗ്രി എന്ന് എഴുതാൻ പറ്റും. ഇനി നോക്കിക്കേ, ഈ ട്രയാംഗിൾ നോക്ക്, ഇതിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ എങ്ങനെ വരും? നോക്ക്, ഇതിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ ഇങ്ങനെ വരും എന്ന് കണ്ട, മൊത്തത്തിൽ നോക്കുമ്പോ ഇങ്ങനെ വരും. അങ്ങനെ നോക്കുന്ന സമയത്ത് അല്ലെ, പുറം കോണ് ഈ ഒരു ട്രയാംഗിളിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോ പുറം കോൺ എന്തെന്ന് വരും? നോക്ക്, പുറം കോൺ എന്താണ്? പുറം കോണ് അല്ലെങ്കിൽ എന്താണ്? എക്സ്റ്റീരിയർ ആംഗിൾ അല്ലെ. എക്സ്റ്റീരിയർ ആംഗിൾ എന്താണ്? നോക്ക്, ഈക്വൽ ടു y ഡിഗ്രി പ്ലസ് y ഡിഗ്രി ഈക്വൽ ടു 2y ഡിഗ്രി എന്ന് വരും. അപ്പൊ ഇവിടെ എന്ത് വരും? 2y ഡിഗ്രി എന്ന് വരും. ഓക്കെ, ഇനി നോക്ക്, നമുക്ക് ഈ സർക്കംഫറൻസ് അല്ലെങ്കിൽ വൃത്തത്തിന്റെ ആ ഒരു പരിധി അല്ലെ, വൃത്ത പരിധിയിലുള്ള ആംഗിൾ ഏതാണ് നോക്കുക, അല്ലെങ്കിൽ വൃത്ത ചുറ്റളവിലുള്ള ആംഗിൾ ഏതായിരിക്കും? അല്ലെങ്കിൽ നോക്ക്, പരിധി കോണ് അല്ലെ, പരിധി കോണ് അങ്ങനെയും നമുക്ക് പറയാം. വൃത്ത പരിധിയിലെ കോണാണ് വൃത്ത പരിധി കോണ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അത് എന്തായിരിക്കും അല്ലെ? അതിനെ നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയാ? ആംഗിൾ ഓൺ ദ സർക്കിൾ അല്ലെ, അല്ലെങ്കിൽ സർക്കംഫറൻസിലുള്ള ആംഗിൾ അല്ലെ, ആംഗിൾ ഓൺ ദ സർക്കിൾ, ആംഗിൾ ഓൺ ദ സർക്കിൾ എന്താണ്? നോക്ക്, ഈക്വൽ ടു എന്ത് വരും? നോക്ക്, ഇവിടത്തെ ഫുൾ ആംഗിൾ എന്ന് പറയുന്നത് അല്ലെ, ഈ ഒരു സൈഡിലെ ഫുൾ ആംഗിൾ എന്ന് പറയുന്നത് y ഡിഗ്രി ആണ്. അതിലെ ട്രയാംഗിളില് ഇങ്ങനെയാണ് തന്നിരിക്കുന്നത് അല്ലെ. ഇതിലെ ഒരു നോക്ക്, ഇവിടെയാണ് കേട്ടോ, ഇതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ, ഇതാണ് നമ്മൾ നോക്കുന്നത്. എന്താണ്? ഇതിലെ ഒരു ആംഗിൾ മാത്രമാണ് എന്ത്? എക്സ് ഡിഗ്രി. ഓക്കെ, ഇതിന്റെ മൊത്തം ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? y ഡിഗ്രി ആണ് അല്ലെ. അപ്പൊ അവിടുത്തെ ആംഗിൾ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? മൊത്തം ഡിഗ്രിന്ന് ഈ പറയുന്ന എക്സിനെ കുറച്ച് കഴിഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ആ ഒരു ആംഗിൾ, സർക്കിളിലുള്ള ആംഗിളിന്റെ ഡിഗ്രി എന്താണ്, ആംഗിൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ അതെന്താവും? നോക്ക്, y മൈനസ് എക്സ് ഡിഗ്രി ആവും. എന്താവും? y മൈനസ് എക്സ് ഡിഗ്രി ആവും അല്ലെ. ഇനി ഇതിന്റെ സെൻട്രൽ ആംഗിൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നോക്ക്, സെൻട്രൽ ആംഗിൾ അല്ലെ, സെൻട്രൽ ആംഗിൾ, അതിനെ നമ്മൾ മലയാളത്തിൽ എന്താ പറയാ? കേന്ദ്ര കോണം. എന്ത് കോണമാണ്? കേന്ദ്ര കോണം അല്ലെ, കേന്ദ്ര കോണം. കേന്ദ്ര കോണം അല്ലെ. അതെങ്ങനെ കണ്ടുപിടിക്കാം? നോക്ക്, ഇവിടത്തെ അല്ലെ ഈ ഒരു ഭാഗം എടുത്ത് നോക്കി, ഈ ഒരു ഭാഗം കൺസിഡർ ചെയ്യും. ഈ ഒരു ഭാഗത്ത് നോക്കുന്ന സമയത്ത് നോക്കിക്കോട്ടാ, ഈ ഒരു ഭാഗത്ത് നോക്കുന്ന സമയത്ത് അല്ലെ,
ഈ ഒരു ഭാഗത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? നോക്ക്, ഈ ഒരു ഭാഗം 2x ഡിഗ്രിയും ഈ ഒരു ഭാഗം 2x ഡിഗ്രിയും ഈ മൊത്തം ആംഗിള് എന്താണ് 2y ഡിഗ്രിയും ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അത് ആ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? സെൻട്രൽ ആംഗിള് നോക്കിക്കേ, ആ സെൻട്രൽ ആംഗിൾ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കുക? നോക്ക്, വലിയ ഡിഗ്രിന്ന് ചെറിയ ഡിഗ്രി കുറച്ചാൽ മതിയാവും. ഓക്കെ, വലിയ ഡിഗ്രിന്ന് എന്ത് ചെയ്താൽ മതി? ചെറിയ ഡിഗ്രി കുറച്ചാൽ മതിയാവും. അപ്പൊ എന്ത് വരും? 2y ഡിഗ്രി മൈനസ് 2x ഡിഗ്രി എന്ന് വരും. നോക്ക്, 2y ഡിഗ്രി മൈനസ് 2x ഡിഗ്രി, ഇതിൽ രണ്ടിലും എന്തുണ്ട്? 2 ഉണ്ട്. അപ്പൊ നമുക്ക് 2നെ പുറത്തെടുത്തിട്ട് എന്ത് എഴുതാൻ പറ്റും? 2y മൈനസ് x എന്താണ്? എക്സ് അല്ലെ ഡിഗ്രി എന്ന് എഴുതാൻ പറ്റും. നോക്ക്, ഇവിടെ എന്ത് തന്നെയാണ്? അതായത് ഈ പറയുന്ന സെൻട്രലിലുള്ള അല്ലെ, സെൻട്രലിലുള്ള ആംഗിളിന്റെ പകുതിയാണ് അല്ലെ, സെൻട്രലിലുള്ള ആംഗിളിന്റെ പകുതിയാണ് ആര്? ഈ പറയുന്ന സർക്കംഫറൻസ് അല്ലെങ്കിൽ വൃത്തപരിധിയിലുള്ള കോണ് അല്ലെ. അതുപോലെ തന്നെ സെൻട്രൽ ആംഗിൾ പറയുന്നത് എന്താണ്? നോക്ക്, വൃത്തപരിധിയിലുള്ള കോണിന്റെ എന്താണ്? 2 മടങ്ങാണ് അല്ലെ, വൃത്തപരിധിയിലുള്ള കോണിന്റെ 2 മടങ്ങാണ് എന്ത്? ഈ പറയുന്ന സെൻട്രലിലുള്ള ആംഗിൾ അല്ലെങ്കിൽ കേന്ദ്രകോണം.